CPM-ന്റെ ബ്രാഞ്ച് സമ്മേളനങ്ങളൊക്കെ ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷേ പല ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നിന്നും ഉയർന്നു വരുന്നത് ഈ പിണറായിക്കെതിരായിക്കൊണ്ടുള്ള പിണറായിയുമായി ബന്ധപ്പെട്ട ചില നിലപാടുകളൊക്കെ തെറ്റാണ്, ആഭ്യന്തര വകുപ്പും അതുപോലെ തന്നെ പോലീസിനെയും ഒക്കെ പിണറായി കയറൂരി വിട്ടിരിക്കുന്നു എന്നുള്ള നിലയിലുള്ള വിമർശനങ്ങളൊക്കെ വരുന്നു എന്നാണ് അറിയുന്നത്. ഈ ഒരു ബ്രാഞ്ച് സമ്മേളനം എങ്ങനെയായിരിക്കും പിണറായി വിജയൻ എന്ന നേതാവിനെ ബാധിക്കുക? അത് പാർട്ടിയെ എങ്ങനെയായിരിക്കും ബാധിക്കുക? CPM-ലെ ബ്രാഞ്ച് സമ്മേളനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. CPM-ന്റെ ചരിത്രത്തിൽ ആദ്യമായി CPM-ന്റെ കർഷക സമരങ്ങൾക്ക് വേരോട്ടമുണ്ട, കർഷക സമരങ്ങളുടെ പാരമ്പര്യമുള്ള സംസ്ഥാന സെക്രട്ടറിയുടെ ഈ ദേശത്ത്, അതായത് മൊറാഴയിൽ 5-ാം പീടിക എന്ന ബ്രാഞ്ചിൽ അവിടുത്തെ 14 പാർട്ടി ബ്രാഞ്ച് കമ്മിറ്റി അംഗങ്ങളും സമ്മേളനം ബഹിഷ്കരിച്ചുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. അതിന് പ്രധാനമായിട്ടും അവർ ഉയർത്തി കാണിക്കുന്ന പല വിഷയങ്ങളും ഉണ്ട്. പക്ഷേ CPM-ന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് CPM-ന്റെ കണ്ണൂർ പോലുള്ള സ്ഥലത്ത്, മൊറോഴ പോലെ കർഷക സമരങ്ങളുടെ പാരമ്പര്യം ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശത്ത്, ആന്തൂർ നഗരസഭാ പരിധിയിലുമാണ് അവിടെ ഇത്തരത്തിലുള്ള ഒരു സംഭവം ആദ്യമായിട്ടാണ് ഉണ്ടായത്. CPM-ൽ ബ്രാഞ്ച് സമ്മേളനം, ബ്രാഞ്ച് കഴിഞ്ഞ് ലോക്കൽ കഴിഞ്ഞ് ഏരിയ കഴിഞ്ഞ് ജില്ലാ സമ്മേളനങ്ങൾ. അപ്പം ബ്രാഞ്ച് മുതൽ ജില്ലാ സമ്മേളനങ്ങൾ വരെ ഏറ്റവും കൂടുതൽ വിമർശനം ഉണ്ടാകാൻ പോകുന്നത് CPM-ലെ, പ്രത്യേകിച്ചും അതിന്റെ ഭരണം നയിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കേന്ദ്രീകരിച്ചും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ പോലീസ് നയത്തെ സംബന്ധിച്ചും, മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറ്റിയുള്ള വിമർശനങ്ങളും, പോലീസിനെ കയറൂരി വിട്ടിരിക്കുകയാണെന്നും, ഓഫീസിൽ സാധാരണ പാർട്ടി നേതാക്കന്മാർക്കോ MLA-മാർക്കോ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ കാര്യമായ റോളില്ല എന്നുമുള്ള വിമർശനങ്ങളായിരിക്കാം പാർട്ടി സമ്മേളനങ്ങൾ പ്രധാനമായിട്ടും ഉയരാൻ പോകുന്നത്. അതിന് പല കാരണങ്ങളുണ്ട്. അത് മുഖ്യമന്ത്രിയുടെ ഓഫീസ് കാലഘട്ടത്തിലെ ശിവശങ്കരൻ വിവാദം തൊട്ട് പലതരത്തിലുള്ള സംഭവങ്ങൾ, അവസാനം എത്തി നിൽക്കുന്ന പി വി അൻവർ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്ന പോലീസിലെ തെറ്റായ പ്രവണതകൾ, അല്ലെങ്കിൽ പോലീസിലെ അഴിമതികൾ, പോലീസിലെ കെടുകാര്യസ്ഥതകൾ, അത്തരത്തിലുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട്. പക്ഷെ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ തൊട്ട് ജില്ലാ സമ്മേളനങ്ങൾ വരെ ഏറ്റവും കൂടുതൽ ഉയർന്നു വരാൻ സാധ്യതയുള്ളത് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പാർട്ടിയുടെ നിയന്ത്രണത്തിലല്ല എന്നും, മുഖ്യമന്ത്രിയുടെ പോലീസ് പാർട്ടിക്ക് നിയന്ത്രണത്തിലല്ല എന്നും, പോലീസിനെ കയറൂരി വിട്ടിരിക്കുകയാണെന്നുള്ള വിമർശനമാണ് പ്രധാനമായും ഈ സമ്മേളന കാലയളവിൽ ഉയർന്നു വരാൻ പ്രധാനമായിട്ടും സാധ്യതയുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയം. അതിന് തുടക്കം തന്നെ ചില സ്ഥലങ്ങളിൽ തുടക്കം കുറിച്ചിരിക്കുന്നു. ഇനിയും അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഉയരുക മാത്രമേ ഉള്ളൂ. അതിനെ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ എത്രത്തോളം ഫലവത്താകുമെന്ന് പറയണമെങ്കിൽ, ഈ PV അൻവർ തുടക്കമിട്ടിരിക്കുന്ന ഈ ഒരു വലിയ കൊടുങ്കാറ്റ്, അല്ലെങ്കിൽ കൊടുങ്കാറ്റിന്റെ സമാനമായ വിമർശനം, ആ വിമർശനത്തിൽ പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് പറയുന്ന ഒരു വിഭാഗവുമുണ്ട്, അറിവില്ലാതെയാണെന്ന് പറയുന്ന വിഭാഗവുമുണ്ട്. പക്ഷേ അത് CPM-ൽ നിന്നും സംസ്ഥാന നേതൃത്വത്തിന്റെ ഒരു വിഭാഗത്തിന്റെ ആശീർവാദത്തോടെയാണോ ഇല്ലയോ എന്നുള്ളതിനെ അടിസ്ഥാനമാക്കി മാത്രമേ യഥാർത്ഥത്തിൽ ഇത് എത്രമാത്രം ഇത് വ്യാപിക്കും, അല്ലെങ്കിൽ ഇത് എത്രമാത്രം വ്യാപ്തിയിലേക്ക് ഈ വിമർശനങ്ങൾ പോകുമെന്ന് നമുക്ക് പറയാൻ സാധിക്കത്തുള്ളൂ. സാർ, അവിടെയാണ് പ്രധാനപ്പെട്ട സംശയം വരുന്നത്. കാരണം PV അൻവറിനെ പോലൊരു ഇടതുപക്ഷത്തെ പ്രമുഖനായ ഒരു MLA, പിണറായിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, പിണറായിയുടെ ഈ ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങളിൽ ഒരാളായി അദ്ദേഹത്തിൻ്റെ ഒരു ലിസ്റ്റിൽ ഇടം നേടിയിട്ടുള്ള PV അൻവറിനെ പോലൊരാൾ ഈ പിണറായിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിട്ടുള്ള P ശശിക്കെതിരെയും, അതുപോലെ തന്നെ ആഭ്യന്തര വകുപ്പിലെ പ്രധാനിയായിട്ടുള്ള ADGP അജിത് കുമാറിനെതിരെയും ഒക്കെ ഇത്തരമൊരു വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ ഉയർത്തി മുന്നോട്ട് വരുമ്പോൾ അത് പാർട്ടി സമ്മേളനങ്ങളെ ആകമാനം ബാധിക്കും എന്ന സാമാന്യ ബോധമൊക്കെ അൻവറിനില്ലാത്തത് കൊണ്ടൊന്നുമല്ല.
അപ്പോൾ ഈ പിണറായി വിജയനെതിരായിക്കൊണ്ട് വേറൊരു ബദൽ അല്ലെങ്കിൽ വേറൊരു ഒരു പറ്റം നേതാക്കളുടെ ഒരു കൂട്ടായ്മ രൂപപ്പെട്ട് വരുന്നുണ്ടോ? സാർ നേരത്തെ പറഞ്ഞതുപോലെ ബദൽ നേതാക്കന്മാരുടെ ഒരു കൂട്ടായ്മ വരികയും അതുവഴി ഈ പിണറായി വിജയൻ്റെയും അദ്ദേഹത്തെ പിന്താങ്ങുന്ന ഒരു പറ്റം ആളുകളെയും ഒഴിവാക്കിക്കൊണ്ട് മറ്റൊരു വിഭാഗം നേതാക്കന്മാരുടെ നേതൃത്വത്തിൽ പുതിയൊരു CPM എന്നുള്ള നയം അല്ലെങ്കിൽ CPMൻ്റെ ഒരു ശുദ്ധീകരണമൊക്കെ ഇതിലൂടെ ചില നേതാക്കന്മാർ ലക്ഷ്യമിടുന്നുണ്ടോ? അതിൻ്റെ ഒരു പാവയാണോ ഈ PV അൻവർ? CPM രാഷ്ട്രീയം അനുദിനം കലങ്ങി മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കണ്ണൂരിൽ ജയരാജന്മാർ തമ്മിലുള്ള തർക്കം, EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയ വിഷയം, അതുപോലെ തന്നെ P ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ, PK ശൈലജ ടീച്ചറുടെ ഒരു പരിധിവരെ ശൈലജ ടീച്ചർ മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അസംതൃപ്തിയില്ല എന്ന് പറയുന്നെങ്കിൽ പോലും ശൈലജ ടീച്ചറുടെ അസംതൃപ്തി, ഇതൊക്കെ തന്നെ, പിന്നെ സ്വന്തം തട്ടത്തിൽ നിന്ന് തന്നെ P ശശിക്ക് നേരിടേണ്ടി വരുന്ന എതിർപ്പുകൾ, ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട വിമർശനങ്ങളും വിവാദങ്ങളും തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റിയിലും പാർട്ടിയുടെ സംസ്ഥാന ലീഡർഷിപ്പിനിടയിലും എല്ലാം താഴെ തട്ടിൽ പാർട്ടി ദുർബലമാകുന്നു എന്നുള്ളൊരു വിമർശനം കാര്യമായി തന്നെയുണ്ട്. മന്ത്രിമാരുടെ ഓഫീസിൽ പാർട്ടി നേതാക്കന്മാർക്കോ പാർട്ടി പ്രവർത്തകർക്കോ വേണ്ടത്ര പരിഗണന കിട്ടുന്നില്ല എന്നുള്ള പരാതി തിരുവനന്തപുരം ജില്ലയിലെ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള തിരുവനന്തപുരത്തെ പാർട്ടി നേതാക്കന്മാർക്കും ഉണ്ട്, മലബാറിലെ പാർട്ടി നേതാക്കന്മാർക്കും ഉണ്ട്, കാസർഗോഡ് വരെയുള്ള പാർട്ടി നേതാക്കന്മാർക്കും ഉണ്ട്. അപ്പൊ ഇത്തരത്തിലൊരു ഒരു സന്ദർഭത്തിൽ ഇതിനെ ആക്കം കൂട്ടുന്നത് തൃശൂർ പൂരം കലക്കിയ അങ്കിത് അശോകൻ കമ്മീഷണർ പാർട്ടിക്ക് കൃത്യമായി നിയന്ത്രണമുള്ള, പാർട്ടി പറഞ്ഞാൽ ഒരു പരിധിവരെ അനുസരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെയാണ് VS അച്യുതാനന്ദന്റെ കാലഘട്ടത്തിലായാലും നായനാറിന്റെ കാലഘട്ടത്തിലാണെങ്കിലും ഒക്കെ തന്നെ കേരളത്തിലെ പാർട്ടി നേതാക്കന്മാർ കണ്ടിട്ടുള്ളത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു സന്ദർഭത്തിലാണ് പോലീസിന്റെ പുറത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് യാതൊരു നിയന്ത്രണവും ഇല്ലാതെ മുന്നോട്ട് പോകുന്നു. 2026 പൊതു തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ട സാഹചര്യം ഉണ്ടാകും. കേരളത്തിൽ BJP വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പം ഇതുപോലുള്ളൊരു സാഹചര്യത്തിൽ തീർച്ചയായിട്ടും ഇത് മുഖ്യമന്ത്രിക്കെതിരെ ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്കെതിരെ ഗൂഢാലോചന എന്ന് പറയാൻ പാടില്ലെങ്കിൽ പോലും മുഖ്യമന്ത്രിയെ ദുർബലപ്പെടുത്താനായി പാർട്ടിയിലെ തന്നെ കരുത്തന്മാരായ സംസ്ഥാന തലത്തിലെ ഏതെങ്കിലും നേതാക്കന്മാർ, അത് കൊല്ലം കേന്ദ്രീകരിച്ചെന്ന് പറയുന്നവരുണ്ട്, കണ്ണൂർ കേന്ദ്രീകരിച്ചെന്ന് പറയുന്നവരുണ്ട്, മറ്റു തിരുവിതാംകൂർ കേന്ദ്രീകരിച്ചെന്നും ഒക്കെ പറയുന്ന ഒരുപാട് വ്യാഖ്യാനങ്ങളുണ്ട്. പക്ഷെ എങ്കിലും ഇത് മലപ്പുറം ജില്ലയിലെ ഒരു MLA തുടക്കമിട്ടിരിക്കുന്നത് ഒരു പരിധിവരെ CPMന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ ഇതിന് പിന്നിലുണ്ടോ ഇല്ലയോ എന്ന് പറയാൻ നമുക്ക് ഒരിക്കലും സാധ്യമല്ല. പക്ഷേ അത് ഉണ്ട് എന്ന് പറയുന്നതിലായിരിക്കും യഥാർത്ഥത്തിൽ അത് ന്യായമായ നമുക്ക് യുക്തിക്കും സാമാന്യബോധത്തിന് നിരക്കുന്നത് PV അൻവറിന് പിന്നിൽ CPMലെ തന്നെ ഉന്നത നേതാക്കന്മാരുടെ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഉള്ള പിന്തുണ ഉണ്ടായിരിക്കാം. പക്ഷെ ആ പിന്തുണ CPM പോലെ ഇത്രയും കേരളത്തിലെ രാഷ്ട്രീയ പാർട്ടിയിൽ ഏറ്റവും കൂടുതൽ സംഘടനാപരമായി കരുത്തുള്ള പാർട്ടി CPM തന്നെയാണ്. കോൺഗ്രസ് ഒരു ആൾക്കൂട്ടം മാത്രമാണ്. BJPയെ സംബന്ധിച്ച് പറഞ്ഞാൽ BJPക്കകത്തിൽ ഒരുപാട് പ്രാദേശികമായി തൊട്ട് സംസ്ഥാന തലത്തിൽ വരെ ഇത്രയും ഗ്രൂപ്പ്, ഒരു MP-യും ഒരു MLA പോലും ഇല്ലാത്ത പാർട്ടിയാണെങ്കിൽ പോലും കേരളത്തിലെ BJPയിൽ വളരെ രൂക്ഷമായ സംഘടനാപരമായ വിഷയങ്ങളുണ്ട്. പക്ഷെ അത് നമ്മൾ ചർച്ച ചെയ്യപ്പെടാത്തത് കേരളത്തിൽ BJP ഭരണത്തിലില്ലാത്തത് കൊണ്ടോ കേരളത്തിൽ BJP പ്രതിപക്ഷത്തല്ലാത്തത് കൊണ്ടോ ഒക്കെ തന്നെയായിരിക്കാം. കേരളത്തിൽ നിന്ന് ഒരു MP മാത്രമാണ് ഉള്ളത്. പക്ഷെ മറ്റ് സാഹചര്യം CPMനെ സംബന്ധിച്ച് അങ്ങനെയല്ല. CPMന്റെ സംഘടനാപരമായ മിഷനറി വളരെ കരുത്തായ മിഷനറിയാണുള്ളത്. ഒരു തീരുമാനമെടുത്താൽ അത് നടപ്പിലാക്കാൻ പറ്റുന്ന സംഘടനാപരമായ പ്രാപ്തിയും അംഗബലവും ആർജവുമുള്ള നേതാക്കന്മാരും പ്രാദേശിക തലം തൊട്ട് സ്റ്റേറ്റ് ലീഡർഷിപ്പ് വരെ അത്രയും ശക്തമായ ഒരു പാർട്ടിയാണ്. ആ പാർട്ടി ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു പരിധിവരെ, അതിനെ പ്രതിസന്ധി എന്ന് പറയാൻ പറ്റില്ല, അതിനെ പരാജയം എന്ന് പറയാൻ പറ്റില്ല. PV അൻവർ തുടക്കമിട്ടിരിക്കുന്ന ഈ വിവാദങ്ങൾ
ഒരു പക്ഷേ ഇത് പാർട്ടിയുടെ തന്നെ നേതൃത്വത്തിന്റെ അറിവോടുകൂടിയാണോ അനുഗ്രഹാശിസുകളോടുകൂടിയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഓക്കെ സാർ, ഈ ഇങ്ങനെ പറയുന്ന സമയത്തും ഇനി അങ്ങോട്ടുള്ള നീക്കങ്ങൾ, അതായത് ഒരു CPM-ന്റെ സംസ്ഥാന സമ്മേളനത്തിലേക്കൊക്കെ എത്തുമ്പോഴേക്കും ഈ ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ നിന്ന് തുടങ്ങുന്ന പ്രതിഷേധം ഒരിക്കലും അവിടെ മാത്രം അവസാനിക്കുന്ന ഒന്നായിരിക്കില്ല എന്ന് തോന്നുന്നു. കാരണം ഇതുവരെ CPM-ന്റെ ഒരു ബ്രാഞ്ച് അതുപോലെ തന്നെ ലോക്കൽ ഏരിയ സമ്മേളനങ്ങളിലൊക്കെ തന്നെ ഒരു കേഡർ സംവിധാനത്തിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് അവിടെ വരുന്ന വിമർശനങ്ങളൊന്നും പുറത്തറിയാത്ത വിധത്തിലുള്ള ഒരു സംവിധാനമായിരുന്നു CPM-നകത്തുണ്ടായിരുന്നത്. പക്ഷേ ഈ സമയം കാണുന്നത് CPM-ന്റെ ഒരു സർവനാശമുണ്ടാകുമോ എന്ന ഭയം വന്നതുകൊണ്ട് തന്നെ അവിടെ CPM-ന്റെ അണികളെല്ലാം തന്നെ കൃത്യമായി പ്രതികരിക്കുന്നു എന്നാണ് മനസ്സിലാവുന്നത്. അത് അങ്ങ് ജില്ലാതലം മുതൽ അങ്ങ് സംസ്ഥാന കമ്മിറ്റി അല്ലെങ്കിൽ സംസ്ഥാന സമ്മേളനം വരെ എത്തി ഒരു വലിയ വിഭാഗം ആളുകൾ ഇത്തരം നീക്കങ്ങൾക്കെതിരായിക്കൊണ്ട് പിണറായി വിജയനെതിരായിക്കൊണ്ട് വരികയാണെങ്കിൽ, ഒരു ഉദാഹരണത്തിന് പിണറായി വിജയനും അതുപോലെ തന്നെ മുഹമ്മദ് റിയാസും അടങ്ങുന്ന സംഘമാണ് ഇപ്പോൾ സ്റ്റേറ്റ് ഭരിക്കുന്നതെന്നും അടുത്തതായി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഈ റിയാസിനെ കൊണ്ടുവരാനുള്ള ഒരു ആലോചനയുണ്ട് എന്നൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതിഷ്ടമില്ലാത്ത നേതാക്കന്മാരുടെ പിന്തുണ കൂടി വരുമ്പോൾ ഒരു പിണറായി വിജയൻ എന്ന നേതാവിന് ഒരു നേതൃസ്ഥാനത്ത് നിന്ന് മാറുന്ന രീതിയിലേക്ക് വരെ കാര്യങ്ങൾ പോയാൽ അത്ഭുതപ്പെടാനുണ്ടോ സർ? മുഹമ്മദ് റിയാസിന്റെ നേതൃത്വത്തിനെക്കാട്ടിലോ മുഹമ്മദ് റിയാസിന്റെ തന്ത്രപ്രധാനമായ മന്ത്രി പദവിയെക്കാട്ടിലോ മുഹമ്മദ് റിയാസിനെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ പാർട്ടിയുടെ എടുത്തതിനെക്കാട്ടിലോ ഒക്കെ രൂക്ഷമായ പാർട്ടിയുടെ ചിന്തിക്കുന്ന, ഇപ്പോഴും ഈ പാർട്ടിയിൽ ചിന്തിക്കുന്ന, ശരിയായ ദിശയിൽ പാർട്ടിയെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ ബംഗാൾ ഏറ്റവും വലിയ, അവർക്ക് മുമ്പിലുള്ള ഏറ്റവും മികച്ച ഉദാഹരണമാണ് ബംഗാൾ. ബംഗാളിൽ അവസാന നാളുകളിൽ CPM നേരിട്ടതും ഇതേ പ്രതിസന്ധിയാണ്. കാരണം താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെയും താഴെത്തട്ടിലുള്ള നേതാക്കന്മാരുടെയും, അത് താഴെത്തട്ടിലെന്ന് ഞാൻ പറയുന്നത് താഴെ ബ്രാഞ്ച് മുതൽ ഏരിയ, ലോക്കൽ, ജില്ല, സ്റ്റേറ്റ് ലീഡർഷിപ്പിൽ വരെയുള്ള ആളുകൾക്ക് ഒരു ഭയമുണ്ട്. ഇത്തരത്തിലുള്ളൊരു പോക്കാണെങ്കിൽ CPM-ന് ഒരു ക്രൈസിസ് ഉണ്ടാകും. അത് ബംഗാളിലെ പോലെ ഒരു ഭരണത്തിൽ നിന്ന് തികച്ചും അപ്രത്യക്ഷമാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമോ എന്നല്ല. കാരണം അവിടെ മമതാ ബാനർജിയെ പോലെയുള്ള വളരെ കരുത്തുറ്റ, വളരെ സംഘടനാ പാർട്ടിയെ ചലിപ്പിക്കാനും ആ പാർട്ടിക്ക് വേണ്ട എല്ലാവിധമായ സംരക്ഷണങ്ങളും കൊടുത്തുകൊണ്ട് പാർട്ടി എന്നുള്ള നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ആർജവമുള്ള ഒരു ശക്തിയായ നേതാവ് അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ കേരളത്തിലെ സ്ഥിതി അല്ല. കേരളത്തിൽ ഭരണ തുടർച്ച CPM നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ മുന്നണിക്ക് അസാധ്യമൊന്നുമല്ല. പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ ഈ വലിയ UDF-ന്റെ വിജയം ഒരിക്കലും CPM-നെ സംബന്ധിച്ചോ CPM-ന്റെ അണികളെ സംബന്ധിച്ചോ CPM-ന്റെ നേതാക്കന്മാരെ സംബന്ധിച്ചോ അവരുടെ വികാരത്തെ തളർത്തുന്നതുമല്ല. അപ്പോൾ അവിടെ പ്രധാനമായ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത്തരത്തിൽ ഈ ഒരു ഭരണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള കാര്യമായ മാറ്റം ഉണ്ടാക്കാതെ മുന്നോട്ട് പോകാൻ CPM പോലുള്ള പാർട്ടി കഴിയില്ല എന്ന് തിരിച്ചറിവുള്ളവരാണ് കേരളത്തിലെ പാർട്ടിയുടെ പ്രധാനപ്പെട്ട പ്രവർത്തകന്മാരും നേതാക്കന്മാരും ഒക്കെ തന്നെ. അപ്പൊ അതൊരു പക്ഷേ അത് അതിനകത്ത് കുറച്ച് യാഥാർത്ഥ്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇക്കാര്യത്തിൽ പാർട്ടി സമ്മേളനങ്ങൾ ഇതിനെതിരെ ശക്തമായ ഒരു പ്രതികരണമുണ്ടാകും. ശക്തമായ ഭാഷയിൽ പാർട്ടിയുടെ പ്രാദേശിക സമ്മേളനം തൊട്ട് ജില്ലാ സമ്മേളനം വരെയുള്ള ശക്തമായ വിമർശനങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറഞ്ഞില്ല എങ്കിൽ പോലും മുഖ്യമന്ത്രിക്ക് വേണ്ടി പാർട്ടിയുടെ നേതാക്കന്മാർ, പാർട്ടിയുടെ താഴെത്തട്ടിലെ പ്രവർത്തകരോട് മറുപടി പറയേണ്ട ഒരു ബാധ്യത ഉണ്ടാകും എന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയവുമില്ല. കാരണം ഇവിടെ കേരളത്തിലെ BJP-യുടെ സ്ഥിതിയല്ല CPM-ന്റെ സ്ഥിതി, കോൺഗ്രസിന്റെ സ്ഥിതിയല്ല CPM-ന്റെ സ്ഥിതി. CPM നേതൃത്വം കൊടുക്കുന്ന ഈ ഗവൺമെന്റിന് ഈ ഗവൺമെന്റിന്റെ പോലീസ് നയങ്ങളും മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങളും ഒഴിച്ചാൽ ഇപ്പോഴും തുടർ ഭരണത്തിന് ഉള്ള രാഷ്ട്രീയമായ സാഹചര്യം ഇവിടെയുണ്ട്. അത് വിമർശനത്തിന് എത്രമാത്രം അതിന്റെ ശരിയുണ്ടെന്നോ തെറ്റുണ്ടെന്നോ ഒന്നും വിലയിരുത്താൻ നമുക്ക് സാധ്യമല്ലെങ്കിൽ പോലും ADGP സംബന്ധിച്ചുള്ള വിവാദം, അതിനകത്തിലെ ശരി തെറ്റുകളെ പറ്റിയോ ഒന്നും നമുക്ക് വിലയിരുത്തുന്ന പൂർണ്ണമായി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സാധ്യമല്ല. കാരണം ADGPക്ക് 12,000 സ്ക്വയർ ഫീറ്റ് വീടുണ്ടെന്ന് പറയേണ്ടത് ഇപ്പോൾ അന്വേഷിച്ച് വന്നപ്പോൾ ഏതാണ്ട് 2,500 സ്ക്വയർ ഫീറ്റിന്റെ
ബിൽഡിങ്ങിനും മാത്രമാണ് ഭരണാനുമതി കിട്ടിയിട്ടുള്ളത്. അപ്പൊ അതൊക്കെ ഒരു വശത്ത് കിടക്കുന്നു. പക്ഷെ ഈ സർക്കാരിന്റെ തുടക്കം മുതൽ തന്നെ ഈ ശിവശങ്കർ വിഷയത്തിലാണെങ്കിലും മറ്റ് പല നിർണായകമായ തീരുമാനങ്ങൾ എടുത്തിട്ടുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ CPM-ന്റെ പിണറായി വിജയന്റെ ഓഫീസുമായി ബന്ധപ്പെട്ട ചില വിവാദങ്ങൾ, അനാവശ്യമായ വിവാദങ്ങൾക്ക് ഈ പാർട്ടി സമ്മേളനങ്ങൾ കൃത്യമായി മറുപടി പറയുന്നു. ശരി, നമ്മുടെ ഈ ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഈ എന്താണ് പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവ്, അത്തരമൊരു വളരെ ശക്തമായി പാർട്ടിയെ മുന്നോട്ട് നയിച്ചുകൊണ്ടിരുന്ന നേതാവ്, എനിക്ക് ഓർമ്മ വരുന്നത് ഈ കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷന് ശേഷം ആദ്യമായി സംസ്ഥാന കമ്മിറ്റി നേതാക്കന്മാർക്കെതിരെ, സംസ്ഥാന കമ്മിറ്റിക്കൊക്കെ എതിരായിക്കൊണ്ടും മുഖ്യമന്ത്രിക്ക് എതിരായിക്കൊണ്ടുമൊക്കെ ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ വലിയ വിമർശനങ്ങൾ ഉയർന്നു വന്നു എന്നുള്ളതാണ്. കാരണം ജില്ലാ സെക്രട്ടേറിയറ്റുകളിൽ ഒരു കാലഘട്ടത്തിന് ശേഷം, എനിക്ക് തോന്നുന്നു VS-ന്റെ കാലഘട്ടം കഴിഞ്ഞ് പിണറായി വന്നതിന് ശേഷം അത്രയൊന്നും വിമർശനങ്ങൾ നാം കണ്ടിട്ടില്ല. ഇപ്പോൾ വീണ്ടും അത്തരമൊരു കാര്യങ്ങൾ ആവർത്തിക്കുന്നു. അപ്പോൾ കൃത്യമായും പാർട്ടി അംഗങ്ങൾക്ക് വലിയ ഭയമുണ്ട്. സാറ് പറഞ്ഞതുപോലെ ഈ ഒരു സർവനാശം എന്ന് ഉദ്ദേശിക്കുന്നത് ബംഗാളിലെ പോലെ വരുമെന്നല്ല, എങ്കിൽ പോലും പാർട്ടിക്ക് വലിയൊരു അടി പറ്റും എന്ന ഒരു ഭയം അവരെ പിടികൂടിയിരിക്കുന്നു എന്നത് തന്നെയാണ് അവരുടെ ആ വിമർശനങ്ങളിലൂടെയൊക്കെ നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷേ മറുഭാഗത്ത് സംസ്ഥാന സെക്രട്ടറിയായി നിൽക്കുന്ന ശ്രീ MV ഗോവിന്ദൻ മാഷിൻ്റെ നേതൃത്വത്തിൽ, അല്ലെങ്കിൽ MV ഗോവിന്ദൻ്റെ നേതൃത്വത്തിലുള്ള ഒരു പറ്റം ആളുകൾ ഈ പിണറായിക്കെതിരെ നീങ്ങുന്നുണ്ട് എന്നുള്ള തരത്തിലുള്ള ചില അഭ്യൂഹങ്ങളൊക്കെ ഈ നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചർച്ചകളിലൊക്കെ ഇങ്ങനെ കടന്നു വരുന്നുണ്ട്. അത് എത്രമാത്രം ശരിയായിരിക്കാനാണ് സാധ്യത? MV ഗോവിന്ദൻ CPM-ന്റെ ഇപ്പോഴത്തെ സംസ്ഥാന സെക്രട്ടറി ബുദ്ധിമാനായ മനുഷ്യനാണ്, ഒരു നല്ല രാഷ്ട്രീയക്കാരനാണ്, പാർട്ടി ക്ലാസുകൾ നന്നായി എടുക്കുന്ന ആളാണ്. CPM-ന്റെ സ്റ്റേറ്റ് ലീഡർഷിപ്പിലുള്ളവർ ആരും തന്നെ മോശക്കാരല്ല. CPM-ന്റെ ഈ ഭരണകർത്താക്കളും CPM-ന്റെ MLA-മാരും ഒന്നും മോശക്കാരല്ല, അവരൊക്കെ മിടുക്കന്മാരാണ്. പക്ഷേ അവരൊക്കെ തന്നെ ഭയക്കുന്ന ഒരു കാര്യമുണ്ട്. കേരളത്തിലെ പാർട്ടിയും കേരളത്തിലെ സർക്കാരും ജനങ്ങളിൽ നിന്ന് ഒരുപാട് അകലുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നവരാണ് കേരളത്തിലെ MV ഗോവിന്ദൻ അടക്കമുള്ള കേരളത്തിലെ CPM-ന്റെ നേതാക്കന്മാർ. നോക്കൂ, നമ്മൾ ഏറ്റവും മികച്ച ഒരു കാര്യം നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. നമ്മൾ കേരളത്തിൽ നിന്ന് BJP-യുടെ ഒരു MP ജയിപ്പിച്ചു വിട്ടു, സുരേഷ് ഗോപി. അദ്ദേഹം വ്യക്തിപരമായി വളരെ നല്ല ട്രാക്ക് റെക്കോർഡുള്ള, ക്ലീൻ ആയിട്ടുള്ള ഒരു മനുഷ്യനാണ്, ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തുന്ന മനുഷ്യനാണ്. പക്ഷേ അദ്ദേഹവും അദ്ദേഹത്തിന്റെ പാർട്ടിയും തമ്മിൽ ഇന്ന് വളരെ ശക്തമായ ഭിന്നതയിൽ കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ UDF-ന്റെ മിനിമം വോട്ട് ഷെയർ ഉണ്ട്. കോൺഗ്രസിന് ഒരു ബൂത്തിൽ പോലും നോമിനേഷൻ കൊടുത്തതിന് ശേഷം സ്ലിപ്പോ നോട്ടീസോ പോസ്റ്ററോ ഇല്ലാതെ തന്നെ ആ ബൂത്തിൽ നിന്നും കൃത്യമായി LDF 3 തവണ അവിടെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്തുമ്പോൾ ഒരു സംഘടനാപരമായ മിഷനറി ചലിപ്പിക്കാതെ കോൺഗ്രസ് ആ ബൂത്തിലെ 75% വോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന സംഘടനാപരമായ ഒരു 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 കീഴ്വഴക്കം അവിടെ കോൺഗ്രസിനുണ്ട്. പക്ഷെ CPM അങ്ങനെയല്ല. CPM-ന്റെ ഒരു കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം തന്നെ, നമ്മളെല്ലാം കണ്ടിരുന്ന കാലഘട്ടങ്ങളിൽ CPM-ന്റെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ മുതൽ CPM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർ വരെ സംസാരിക്കുന്നത് ഒരേ ഭാഷയിലാണ്. വ്യത്യസ്തമായ അഭിപ്രായം അവിടെ വരാറില്ല. CPM-ന്റെ ഏരിയ കമ്മിറ്റി മെമ്പർ സംസാരിക്കുന്നതും CPM-ന്റെ ബ്രാഞ്ച് കമ്മിറ്റി മെമ്പർ സംസാരിക്കുന്നതും അത് സാധാരണക്കാരനായിക്കോട്ടെ, കർഷക തൊഴിലാളി ആയിക്കോട്ടെ, CPM പോലൊരു പാർട്ടി എന്ന് പറഞ്ഞാൽ മറ്റു പാർട്ടികൾക്ക് മാതൃകയാക്കേണ്ട പാർട്ടിയാണ്. അവരുടെ ജനാധിപത്യ ബോധത്തെ പറ്റിയല്ല ഞാൻ പറഞ്ഞത്, അവരുടെ സംഘടനാപരമായി അവരവരുടെ പാർട്ടിയെ മുന്നോട്ട് നയിക്കുന്ന അവരുടെ ആ പൊതുവികാരത്തെയാണ് ഞാൻ പറഞ്ഞത്. അത്തരത്തിലുള്ള ഒരു പാർട്ടിയിൽ, ഈ പാർട്ടിയിൽ ചിന്തിക്കുന്ന ചില ബുദ്ധിപരമായി ചിന്തിക്കുന്ന ചില ബുദ്ധിജീവികളെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ലെങ്കിൽ പോലും ബുദ്ധിപരമായ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന തന്ത്രശാലികളായ CPM-ന്റെ നേതാക്കന്മാർ, അതൊരു പക്ഷേ ഞാനത് വ്യക്തിപരമായ പേരൊന്നും പറയുന്നില്ല എങ്കിൽ പോലും ഒരുപക്ഷെ സംസ്ഥാന സെക്രട്ടറി ആവാം, ഒരുപക്ഷെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലുള്ള പല പ്രമുഖരാവാം, അവരൊക്കെ PV അൻവറിനെ പോലുള്ള ഈ വിമർശനത്തെ അറിവോടുകൂടി ഓൺ ചെയ്തതാവാം. അതൊക്കെ ചെന്ന് എത്തുന്നത് CPM-ന്റെ ഒരു ശുദ്ധീകരണ പ്രക്രിയയ്ക്ക് വേണ്ടി അവർ നേതൃത്വം കൊടുത്താൽ അതിനെ ഒരിക്കലും തെറ്റു പറയാൻ പറ്റില്ല എന്നുള്ളതാണ് സത്യം. കാരണം CPM-ന് തുടർഭരണം കിട്ടാനുള്ള സാധ്യതയുള്ള സ്റ്റേറ്റ് ആണ് കേരളം. ബംഗാളിൽ പാർട്ടി ഒറ്റപ്പെട്ടു പോയെങ്കിൽ ബംഗാളിലെ രാഷ്ട്രീയ സാഹചര്യമല്ല കേരളത്തിൽ. ബംഗാളിൽ ശക്തമായ CPM-നെ അന്നത്തെ ഗവൺമെന്റിനെ ശക്തമായി വിമർശിക്കുന്ന മമതാ ബാനർജിയെ പോലെയുള്ള, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ അടക്കമുള്ള ശക്തന്മാരായ നേതാക്കന്മാരുണ്ടായിരുന്നു. നോക്കൂ, കേരളത്തിൽ അതാണോ സ്ഥിതി? കേരളത്തിൽ CPM നേതൃത്വം കൊടുക്കുന്ന ഈ സർക്കാരിനെ കാര്യമായി വിമർശിക്കാൻ പ്രതിപക്ഷ നേതാവിന് സാധിക്കുന്നില്ല,
BJP-യുടെ സംസ്ഥാന നേതൃത്വത്തിന് സാധിക്കുന്നില്ല, പ്രതിപക്ഷ MLA-മാർക്ക് സാധിക്കുന്നില്ല, ലീഗിന്റെ ശബ്ദം പോലും കേൾക്കാനില്ല. ലീഗ് ഒരു പരിധി വരെ അടുത്ത സമയത്ത് വരെ ലീഗ് ഒരു ചാഞ്ചാട്ടത്തിന്റെ പാതയിൽ വരെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ തുടർന്ന് ഭരണം കൊണ്ടുപോവുക, കേരളത്തിലെ CPM-നെ ശരിയായ ദിശയിൽ കൊണ്ടുപോവുക, കേരളത്തിലെ CPM-ന്റെ ഇത്രയും സംഘടനാപരമായ കരുത്തുറ്റ മിഷനറിയുള്ള CPM-നെ ഒരു പുതിയ രൂപവും ഭാവവും കൊടുക്കാനും കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള വിമർശനങ്ങളിൽ നിന്നും ഈ സർക്കാരിനെയും ഈ പാർട്ടിയെയും മോചിപ്പിക്കാനും വേണ്ടി ചില രാഷ്ട്രീയ സമവാക്യങ്ങൾ രൂപപ്പെട്ടേക്കാം. അതൊരു പക്ഷേ സംസ്ഥാന സെക്രട്ടറിയുടെ അറിവോടെയാകാം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാരുടെ അറിവോടെയാകാം. എന്തായാലും അത് സംഭവിക്കുമെന്നുള്ള കാര്യത്തിനകത്ത് യാതൊരു സംശയവുമില്ല. ഈ പാർട്ടിയുടെ ഇനി വരുംകാല ദിവസങ്ങളിലെ സമ്മേളനങ്ങൾ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിക്കും അടക്കമുള്ള മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിമർശനങ്ങളായി തന്നെ ഉയരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും ഈ CPM-ന്റെ ഈ സമ്മേളനം ഒരു തരത്തിൽ അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഈ അതിൻ്റെ നേതാക്കന്മാരെയും അതിൻ്റെ ഇപ്പോഴത്തെ ജനങ്ങളിൽ നിന്ന് അകന്നു നിൽക്കുന്ന പാർട്ടിയുടെ ആ സമീപന രീതിയെ തെറ്റിദ്ധരുത്തിക്കൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ചില ലക്ഷ്യങ്ങളൊക്കെ തന്നെ അത് അൻവർ കൊളുത്തുവിട്ട ഒരു തീ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം അതിലുണ്ട്. അത് താഴെത്തട്ടിലുള്ള സഖാക്കളും ഏറ്റെടുക്കുന്നുണ്ട്. പാർട്ടിയെ നേർവഴിക്ക് കൊണ്ടുപോകണമെന്നൊരു ചിന്തയായിരിക്കാം അതിൻ്റെ പിന്നിൽ കാരണം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അത് CPM-ന്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള ഇപ്പോൾ CPM-നെ കൈയടക്കി വെച്ചിരിക്കുന്ന പിണറായി വിജയൻ എന്ന് പറയുന്ന നേതാവിന് ഒരുപക്ഷെ വലിയ തിരിച്ചടിയായിരിക്കും അതുകൊണ്ടുണ്ടാവുക എന്നതും കൂടി നമ്മൾ ഈ കാര്യത്തിൽ മനസ്സിലാക്കുന്നു. ഇത്രയും നേരം ചർച്ചയിൽ സഹകരിച്ചതിന് നന്ദി സാർ. താങ്ക് യു. എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.